ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് അൺബോക്സിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ പേ HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡാണ്. ഇത് ആക്ച്വലി എൻ്റെ വൈഫിൻ്റെ ക്രെഡിറ്റ് കാർഡാണ് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആക്ച്വലി ഫസ്റ്റ് ഫ്രീ ആയിട്ടാണ് ആക്ച്വലി കാർഡ് കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഫോൺ പേ കൂടെ ബില്ലും കാര്യങ്ങളൊക്കെ അടയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പാക്കേജിംഗ് ആണ് കിട്ടുക. ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 കവർ കാണാം. എക്സ്ട്രാ ഒരു കാർഡ് നമ്പറും അതുപോലെ തന്നെ നമ്മുടെ കാർഡിൻ്റെ ലിമിറ്റൊക്കെ ആയിട്ടുള്ള ഒരു QR കോഡൊക്കെ സ്കാൻ ചെയ്യാനുള്ള ഒരു ബുക്ക്ലെറ്റ് പോലത്തെ ഒരു സാധനം. ഇത് ആക്ച്വലി നമ്മുടെ ഷെയർ ലിമിറ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഓൾറെഡി പ്രൈമറി കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഷെയർ ലിമിറ്റ് തന്നെ കിട്ടുക. ഓൾറെഡി വൈഫിനെല്ലാം ഓൾറെഡി വേറെ കാർഡ് ഉണ്ട്, ലീനിയയുടെ കാർഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഷെയർ ലിമിറ്റ് തന്നെ കിട്ടിക്കുന്നത്. ഇനീഷ്യലി നമുക്ക് 5000 രൂപയുടെ ട്രാൻസാക്ഷൻ ലിമിറ്റ് നമുക്ക് ഇപ്പോൾ എല്ലാ കാർഡിലും ഉണ്ട്. പുതിയ കാർഡ് എടുക്കുന്നവർ എല്ലാത്തിലും, പ്രത്യേകിച്ച് UPI കാർഡിൽ എന്ന് വെച്ചാൽ അത് RBIയുടെ റൂളാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ വേറൊരു ചെറിയ കവർ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് കാർഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ ചെയ്താൽ മതി. ടെലിഗ്രാം ചാനലുണ്ട്, മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് കാർഡ് ലിങ്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് അവർ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടു. അതുപോലെ തന്നെ 2% റിവാർഡ് പോയിന്റ് ഓൺ ഫോൺ പേ സ്പെൻഡ്, 1% റിവാർഡ് പോയിന്റ് ഓൺ AJIO, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, സ്വിഗ്ഗി, UPI സ്കാൻ ആൻഡ് പേന് 1% റിവാർഡ് പോയിന്റ് ഉണ്ടോ. അത് ആ ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് തോന്നുന്നത് ബാക്കിലാണെന്നുണ്ട്. റൂപേ പ്ലാറ്റിനം സെക്ഷനിലാണ് ഇങ്ങനെയാണ് കാർഡ് വരുന്നത് കേട്ടോ. റൂപേ പ്ലാറ്റിനം ഇതിലാണ് വന്നേക്കുന്നത് കാർഡ്. അതുപോലെ തന്നെ അത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുക, എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് എടുക്കട്ടെ. ഇത് കാർഡിൻ്റെ ഫ്രണ്ടിൽ ഒരു QR കോഡും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കവർ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ പേയുടെ കാർഡ് വരുന്നത് കേട്ടോ. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ബാക്കിലാണ്. ഇത് ഡിസ്കവറിൻ്റെ ബാഡ്ജിങ് ഉണ്ട്, ഡൈനറസ് ക്ലബിൻ്റെ ബാഡ്ജിങ് ഉണ്ട്, പൾസിൻ്റെയും ബാഡ്ജിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് നെറ്റ്വർക്ക് വരുന്നത് റൂപേ പ്ലാറ്റിനം ആണ്. നമുക്കിവിടെ ചിപ്പും കാണാം, അതുപോലെ തന്നെ നമ്മുടെ NFC-യുടെ സിമ്പിളും കാണാം. കാർഡ് നല്ല ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ വയ്യ. HDFC-യുടെ ലോഗോ താഴെയുണ്ട്, ഫോൺ പേയുടെ ലോഗോ മുകളിലും ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ എന്താ പറയുക ഫോൺ പേ HDFC ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ നിങ്ങൾ ഫോൺ പേ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി കാർഡ് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫോൺ പേ എക്സ്പെൻസുകൾക്ക് 2% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഒരു 11 മാസമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ക്ലോസ് റിക്വസ്റ്റ് കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലൈഫ് ടൈം ഫ്രീ ആക്കി തരും അങ്ങനെ ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് പറ്റാവുന്ന ഒരു കാർഡ് തന്നെയാണ് കേട്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ പേൻ്റെ വൺ ഓഫ് ദ എന്താ പറയുക ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പ്രത്യേകിച്ച് HDFC കാർഡ് ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് സാധനം കിട്ടും. എന്താ വെച്ചാൽ അഡീഷണൽ കാർഡായിട്ട് കിട്ടും. എന്ന് വെച്ചാൽ മില്ലിയന കാർഡൊക്കെ കിട്ടാനിപ്പോൾ ഭയങ്കര പാടാണ്. പിന്നെ നമുക്ക് ഈസിയായിട്ട് കിട്ടുന്ന കാർഡാണ് നമ്മുടെ HDFC ബാങ്കിൻ്റെ പിക്സൽ പ്ലേ കാർഡ്. അതിപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കുറേ പേർക്ക് കിട്ടുന്നുണ്ട്. ഞാൻ എന്തായാലും നമ്മുടെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റുള്ളവർക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. നമ്മുടെ സെറ്റ് ആപ്പിൻ്റെ ലിങ്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ എന്തായാലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത കാണാം. ബൈ.